അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വിഷയം അറബി ഭാഷാ പഠനം എളുപ്പമാക്കാം. പഠന ക്ലാസ് 1. അറബി ഭാഷാ പഠനം എളുപ്പമാക്കാൻ വേണ്ടി ചില അഭ്യാസങ്ങൾ നടത്തണം. അതിനാവശ്യമായ ചില പ്രയോഗങ്ങൾ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ട് മനസ്സിലാക്കണം. അതിനുശേഷം ഒഴിവ് കിട്ടുമ്പോൾ അനേകം ഫിഅലുകൾ ഞാൻ പറഞ്ഞു തന്ന വിധം പ്രയോഗിച്ചു ശീലിക്കണം. അങ്ങനെ പ്രയോഗിച്ചു ശീലിച്ചാൽ അറബി ഭാഷാ പഠനം എളുപ്പമാകും. ഇത് ആസ്വദിച്ച് പഠിക്കാം, രസിച്ചു പഠിക്കാം, പഠിച്ചു രസിക്കാം. ഈ പഠനം ഒരു പ്രയാസമായി കാണരുത്. സൗകര്യപ്പെടുകയാണെങ്കിൽ ഈ പഠന ക്ലാസ് തുടർന്നു കൊണ്ടുപോകാം. ഒഴിവുള്ള ദിവസങ്ങളിൽ ഇതിൻ്റെ ബാക്കി എടുക്കാം. ഇന്നത്തെ പഠന ക്ലാസ് തന്നെ നിങ്ങൾ നന്നായി ഉപയോഗപ്പെടുത്തണം. ഇന്ന് അനേകം പ്രയോഗങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അവ മുഴുവൻ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം, എഴുതി വെക്കണം. നമുക്ക് തുടങ്ങാം. മുളാരി ആയ ഫിഅലിന്റെ മുൻപ് അഖദ എന്നോ അൻശഅ എന്നോ ശറഅ എന്നോ ത്വഫിഖ എന്നോ ഉപയോഗിക്കുകയാണെങ്കിൽ അർത്ഥങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാം എന്ന് നന്നായി ശ്രദ്ധിക്കുക. അഖദ യഫ്അലു, അൻശഅ യഫ്അലു, ശറഅ യഫ്അലു, ത്വഫിഖ യഫ്അലു എന്നിവയുടെ അർത്ഥങ്ങൾ ഒരുപോലെയാണ്. ഈ നാലെണ്ണത്തിൽ ഏത് പറഞ്ഞാലും എന്തായിരിക്കും അർത്ഥം? നന്നായി ശ്രദ്ധിക്കുക, എഴുതി വെക്കണം. അഖദ യഫ്അലു, അൻശഅ യഫ്അലു, ശറഅ യഫ്അലു, ത്വഫിഖ യഫ്അലു. അവൻ പ്രവർത്തിക്കാൻ തുടങ്ങി, അവൻ പ്രവർത്തിച്ചു തുടങ്ങി, അവൻ ചെയ്യാൻ തുടങ്ങി, അവൻ ചെയ്തു തുടങ്ങി. വേറെയും അർത്ഥങ്ങളുണ്ട്. അത് ഇൻഷാ അല്ലാഹ്
പിന്നീടുള്ള ക്ലാസ്സുകളിൽ സൗകര്യപ്പെടുകയാണെങ്കിൽ പറയാം. ഇനി ചില പ്രയോഗങ്ങൾ കൂടി പഠിക്കാം. അഹദ എന്നതിൻ്റെ ശേഷം ഏത് മുളാരിഅ് വന്നാലും അർത്ഥം വെക്കേണ്ടത് എങ്ങനെയാണെന്ന് ചിന്തിച്ച് മനസ്സിലാക്കണം. ഇനി നമുക്ക് പല പ്രയോഗങ്ങൾ പറയേണ്ടതുണ്ട്. ആദ്യം ഞാൻ ആ പ്രയോഗങ്ങൾ പറയാം. 1 അഖദ യഖുദു, 2 അഖദ യുൻശിഉ, 3 അഖദ യശ്റഉ, 4 അഖദ യതുഫഖു. അഞ്ച് അൻശഅ യഖുദു, 6 അൻശഅ യുൻശിഉ, 7 അൻശഅ യശ്റഉ, 8 അൻശഅ യതുഫഖു, 9 ശറഅ യഖുദു, 10 ശറഅ യുൻശിഉ, 11 ശറഅ യശ്റഉ, 12 ശറഅ യതുഫഖു, 13 ത്വഫിഖ യഖുദു, 14 ത്വഫിഖ യുൻശിഉ, 15 ത്വഫിഖ യശ്റഉ, 16 ത്വഫിഖ യതുഫഖു. ഇവ നന്നായി ശ്രദ്ധിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആസ്വദിച്ച് പഠിക്കാം. ഇനി ഞാൻ അർത്ഥങ്ങൾ പറയാം. ഇപ്പോൾ 16 രൂപങ്ങൾ നിങ്ങൾ കേട്ടില്ലേ? ഇവയുടെ അർത്ഥങ്ങൾ ഏതെല്ലാം രൂപത്തിൽ പറയാം? ശ്രദ്ധിക്കണം. അഖദ യഖുദു, അഖദ എന്നതിന് ശേഷം യഖുദു എന്ന മുളാരിഅയ ഫിഇലാണ് ഉപയോഗിച്ചത്. യഖുദു എന്നതിന് അവൻ സ്വീകരിക്കുന്നു, അവൻ സ്വീകരിക്കും, അവൻ കൈക്കൊള്ളുന്നു, അവൻ കൈക്കൊള്ളും, അവൻ ഉടമപ്പെടുത്തുന്നു, അവൻ ഉടമപ്പെടുത്തും, അവൻ സ്വന്തമാക്കുന്നു, അവൻ സ്വന്തമാക്കും, അവൻ അധീനതയിലാക്കുന്നു, അവൻ അധീനതയിലാക്കും, അവൻ സ്വായത്തമാക്കുന്നു, അവൻ സ്വായത്തമാക്കും, അവൻ പിടികൂടുന്നു, അവൻ പിടികൂടും, അവൻ ശിക്ഷിക്കുന്നു, അവൻ ശിക്ഷിക്കും, അവൻ ആക്ഷേപിക്കുന്നു, അവൻ ആക്ഷേപിക്കും, അവൻ കുറ്റപ്പെടുത്തുന്നു, അവൻ കുറ്റപ്പെടുത്തും. ഇങ്ങനെ അനേകം അർത്ഥങ്ങളുണ്ട്. അപ്പോൾ അഖദ യഖുദു എന്നതിന് പല അർത്ഥങ്ങളുണ്ട്. ചിലത് പറയാം. അഖദ യഖുദു, അവൻ സ്വീകരിക്കാൻ തുടങ്ങി, അവൻ സ്വീകരിച്ചു തുടങ്ങി, അവൻ കൈക്കൊള്ളാൻ തുടങ്ങി, അവൻ കൈക്കൊണ്ടു തുടങ്ങി, അവൻ ഉടമപ്പെടുത്താൻ തുടങ്ങി, അവൻ ഉടമപ്പെടുത്തി തുടങ്ങി, അവൻ സ്വന്തമാക്കാൻ തുടങ്ങി, അവൻ സ്വന്തമാക്കി തുടങ്ങി,
അവൻ അധീനതയിലാക്കാൻ തുടങ്ങി, അവൻ അധീനതയിലാക്കി തുടങ്ങി. അവൻ സ്വായത്തമാക്കാൻ തുടങ്ങി, അവൻ സ്വായത്തമാക്കി തുടങ്ങി. അവൻ പിടികൂടാൻ തുടങ്ങി, അവൻ പിടികൂടി തുടങ്ങി. അവൻ ശിക്ഷിക്കാൻ തുടങ്ങി, അവൻ ശിക്ഷിച്ചു തുടങ്ങി. അവൻ ആക്ഷേപിക്കാൻ തുടങ്ങി, അവൻ ആക്ഷേപിച്ചു തുടങ്ങി. അവൻ കുറ്റപ്പെടുത്താൻ തുടങ്ങി, അവൻ കുറ്റപ്പെടുത്തി തുടങ്ങി. ഇങ്ങനെ അനേകം അർത്ഥങ്ങളുണ്ട്. ഇവ പറഞ്ഞു പഠിക്കണം. അൻഷഅ യഖുദു, ശറഅ യഖുദു, തഫിഖ യഖുദു എന്നിവക്കും ഇപ്പോൾ ഞാൻ പറഞ്ഞ അർത്ഥങ്ങൾ പറയാം. നന്നായി ചിന്തിച്ച് മനസ്സിലാക്കുക. അഖദ യഖുദു, അൻഷഅ യഖുദു, ശറഅ യഖുദു, തഫിഖ യഖുദു എന്നിവക്ക് അവൻ സ്വീകരിക്കാൻ തുടങ്ങി, അവൻ സ്വീകരിച്ചു തുടങ്ങി, അവൻ കൈക്കൊള്ളാൻ തുടങ്ങി, അവൻ കൈക്കൊണ്ട് തുടങ്ങി, അവൻ ഉടമപ്പെടുത്താൻ തുടങ്ങി, അവൻ ഉടമപ്പെടുത്തി തുടങ്ങി, അവൻ സ്വന്തമാക്കാൻ തുടങ്ങി, അവൻ സ്വന്തമാക്കി തുടങ്ങി തുടങ്ങി. നേരത്തെ ഞാൻ പറഞ്ഞ അർത്ഥങ്ങൾ പറയാം. വേറെയും അർത്ഥങ്ങളുണ്ട്. ഇങ്ങനെ കൂടുതൽ അർത്ഥങ്ങൾ പഠിച്ചു വെക്കണം. അത് ഭാഷാപരമായ പുരോഗതിക്ക് ഉപകരിക്കും. ഇനി അഖദ എന്നതിന് ശേഷം യുൻഷിഉ എന്ന് ഉപയോഗിക്കുകയാണെങ്കിലോ ഏതെല്ലാം അർത്ഥങ്ങളുണ്ടാവും? അല്ലെങ്കിൽ അൻഷഅ എന്നതിന് ശേഷം, അല്ലെങ്കിൽ ശറഅ എന്നതിന് ശേഷം, അല്ലെങ്കിൽ തഫിഖ എന്നതിന് ശേഷം യുൻഷിഉ എന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ ഏതെല്ലാം അർത്ഥങ്ങളുണ്ടാവും? നന്നായി ശ്രദ്ധിക്കണം. ഒരു പ്രാവശ്യം കേട്ടതുകൊണ്ട് മനസ്സിൽ പതിയുകയില്ല. അത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കണം. എഴുതി വച്ചാൽ ഭാവിയിൽ ഉപകാരപ്പെടും. അഖദ യുൻഷിഉ, അൻഷഅ യുൻഷിഉ, ശറഅ യുൻഷിഉ, തഫിഖ യുൻഷിഉ എന്നിവയുടെ അർത്ഥങ്ങൾ എങ്ങനെയെല്ലാം പറയാം? ചില അർത്ഥങ്ങൾ ഇപ്പോൾ പറഞ്ഞു തരാം. എഴുതി വെച്ചോളൂ. അവൻ ഉണ്ടാക്കാൻ തുടങ്ങി, അവൻ ഉണ്ടാക്കി തുടങ്ങി. അവൻ നിർമ്മിക്കാൻ തുടങ്ങി, അവൻ നിർമ്മിച്ചു തുടങ്ങി. അവൻ നിലവിൽ വരുത്താൻ തുടങ്ങി, അവൻ നിലവിൽ വരുത്തി തുടങ്ങി. അവൻ ഉദ്ഭവിപ്പിക്കാൻ തുടങ്ങി, അവൻ ഉദ്ഭവിപ്പിച്ചു തുടങ്ങി. അവൻ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി, അവൻ ഉൽപ്പാദിപ്പിച്ചു തുടങ്ങി. യുൻഷിഉ എന്നതിന് അവൻ ആരംഭിക്കുന്നു, അവൻ ആരംഭിക്കും, അവൻ തുടങ്ങുന്നു, അവൻ തുടങ്ങും എന്നീ അർത്ഥങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ അതനുസരിച്ച് അഖദ യുൻഷിഉ, അൻഷഅ യുൻഷിഉ, ശറഅ യുൻഷിഉ, തഫിഖ യുൻഷിഉ എന്നിവക്ക് അവൻ ആരംഭിക്കാൻ തുടങ്ങി, അവൻ ആരംഭിച്ചു തുടങ്ങി, അവൻ തുടങ്ങാൻ തുടങ്ങി, അവൻ തുടങ്ങി തുടങ്ങി എന്നീ അർത്ഥങ്ങളും ഉണ്ടാവില്ലേ എന്നൊരു സംശയം ചിലർക്കുണ്ടാവും. അതിന്റെ മറുപടി,
അവൻ ആരംഭിക്കാൻ തുടങ്ങി, അവൻ ആരംഭിച്ചു തുടങ്ങി എന്ന് സാധാരണ നമ്മൾ പറയാറില്ലല്ലോ. അവൻ തുടങ്ങാൻ തുടങ്ങി, അവൻ തുടങ്ങി എന്ന് സാധാരണ പറയാറില്ലല്ലോ. നമ്മൾ എന്താ പറയുക? അവൻ ആരംഭിച്ചു, അവൻ തുടങ്ങി എന്നല്ലേ നമ്മൾ പറയാറുള്ളത്. അപ്പോൾ സാധാരണ നമ്മൾ പ്രയോഗിക്കുന്നത് പോലെ പ്രയോഗിച്ചാൽ മതി. അഖദ യുൻഷിഉ, അൻശഅ യുൻഷിഉ, ശറഅ യുൻഷിഉ, ത്വഫിഖ യുൻഷിഉ എന്നിവക്ക് വേറെയും അർത്ഥങ്ങളുണ്ടോ? ഉണ്ട്. ശ്രദ്ധിക്കുക, ബാക്കി എഴുതിക്കോളൂ. അവൻ നിർമ്മിക്കാൻ തുടങ്ങി, അവൻ നിർമ്മിച്ചു തുടങ്ങി. അവൻ പണിതുയർത്താൻ തുടങ്ങി, അവൻ പണിതുയർത്തി തുടങ്ങി. അവൻ കെട്ടിപ്പടുക്കാൻ തുടങ്ങി, അവൻ കെട്ടിപ്പടുത്തു തുടങ്ങി. അവൻ സ്ഥാപിക്കാൻ തുടങ്ങി, അവൻ സ്ഥാപിച്ചു തുടങ്ങി. അവൻ അടിസ്ഥാനമിടാൻ തുടങ്ങി, അവൻ അടിസ്ഥാനമിട്ടു തുടങ്ങി. അവൻ പ്രതിഷ്ഠിക്കാൻ തുടങ്ങി, അവൻ പ്രതിഷ്ഠിച്ചു തുടങ്ങി. അവൻ വാക്യം രചിക്കാൻ തുടങ്ങി, അവൻ വാക്യം രചിച്ചു തുടങ്ങി. അവൻ വാക്കുകൾ ചേർത്തുണ്ടാക്കാൻ തുടങ്ങി, അവൻ വാക്കുകൾ ചേർത്തുണ്ടാക്കി തുടങ്ങി. ഇങ്ങനെ അനേകം അർത്ഥങ്ങളുണ്ട്. ഇനി അഖദ യശ്റഉ, അൻശഅ യശ്റഉ, ശറഅ യശ്റഉ, ത്വഫിഖ യശ്റഉ എന്നിവയുടെ അർത്ഥങ്ങൾ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? മുഴുവൻ പറയാൻ കഴിയില്ല. എന്താ കാരണം? യശ്റഉ എന്നതിൻ്റെ അർത്ഥങ്ങൾ ഏതെല്ലാം എന്ന് ആദ്യം പഠിക്കണം. എന്നാലേ കൃത്യമായി പറയാൻ സാധിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞു തരാം, എഴുതി വെച്ചോളൂ. അഖദ യശ്റഉ, അൻശഅ യശ്റഉ, ശറഅ യശ്റഉ, ത്വഫിഖ യശ്റഉ. അവൻ ഉന്നം പിടിക്കാൻ തുടങ്ങി, അവൻ ഉന്നം പിടിച്ചു തുടങ്ങി. അവൻ ലക്ഷ്യം വെക്കാൻ തുടങ്ങി, അവൻ ലക്ഷ്യം വെച്ചു തുടങ്ങി. അവൻ പ്ലാൻ ചെയ്യാൻ തുടങ്ങി, അവൻ പ്ലാൻ ചെയ്തു തുടങ്ങി. അവൻ പദ്ധതി ഉണ്ടാക്കാൻ തുടങ്ങി, അവൻ പദ്ധതി ഉണ്ടാക്കി തുടങ്ങി. അവൻ വാളുയർത്താൻ തുടങ്ങി, അവൻ വാളുയർത്തി തുടങ്ങി. അവൻ വാൾ പൊക്കാൻ തുടങ്ങി, അവൻ വാൾ പൊക്കി തുടങ്ങി. അഖദ യശ്റഉ സൈഫഹു, അവൻ അവന്റെ വാൾ ഉയർത്താൻ തുടങ്ങി, അവൻ അവന്റെ വാൾ ഉയർത്തി തുടങ്ങി. അതുപോലെ അൻശഅ യശ്റഉ സൈഫഹു, ശറഅ യശ്റഉ സൈഫഹു, ത്വഫിഖ യശ്റഉ സൈഫഹു എന്നിവയുടെ അർത്ഥങ്ങളും അവൻ വാൾ ഉയർത്താൻ തുടങ്ങി, അവൻ വാൾ ഉയർത്തി തുടങ്ങി. അവൻ വാൾ പൊക്കാൻ തുടങ്ങി, അവൻ വാൾ പൊക്കി തുടങ്ങി എന്നിവയാണ്. അഖദ യശ്റഉ, അഖദ യശ്റഉൽ ഹബ്ല, അൻശഅ യശ്റഉൽ ഹബ്ല, ശറഅ യശ്റഉൽ ഹബ്ല, ത്വഫിഖ യശ്റഉൽ ഹബ്ല. അവൻ കയർ മുറുക്കാൻ തുടങ്ങി, അവൻ കയർ മുറുക്കി തുടങ്ങി. അവൻ കയർ മുറുക്കി തുടങ്ങി. അവൻ ഇറുക്കമുണ്ടാക്കാൻ തുടങ്ങി, അവൻ ഇറുക്കമുണ്ടാക്കി തുടങ്ങി. ഇനിയും ചില അർത്ഥങ്ങളുണ്ട്. അഖദ യശ്റഉ, അൻശഅ യശ്റഉ, ശറഅ യശ്റഉ, ത്വഫിഖ യശ്റഉ. അവൻ നിയമമാക്കാൻ തുടങ്ങി, അവൻ നിയമമാക്കി തുടങ്ങി. അവൻ
നിയമനിർമ്മാണം നടത്താൻ തുടങ്ങി, അവൻ നിയമനിർമ്മാണം നടത്തി തുടങ്ങി. അവൻ അഴിക്കാൻ തുടങ്ങി, അവൻ അഴിച്ചു തുടങ്ങി. അവൻ കെട്ടഴിക്കാൻ തുടങ്ങി, അവൻ കെട്ടഴിച്ചു തുടങ്ങി. അഖദ യശ്റഉ അലാ, അൻസഅ യശ്റഉ അലാ, ശറഅ യശ്റഉ അലാ, തൗഫിഖ യശ്റഉ അലാ. അവൻ ഉറപ്പിക്കാൻ തുടങ്ങി, അവൻ ഉറപ്പിച്ചു തുടങ്ങി. അവൻ ബന്ധിപ്പിക്കാൻ തുടങ്ങി, അവൻ ബന്ധിപ്പിച്ചു തുടങ്ങി. ഇങ്ങനെ എത്ര പ്രയോഗങ്ങൾ പഠിക്കാനുണ്ട്. ഇവയെല്ലാം എഴുതി വെച്ച് പഠിച്ചോളൂ. ഇനി അഖദ യത്ഫഖു, അൻശഅ യത്ഫഖു, ശറഅ യത്ഫഖു, തൗഫിഖ യത്ഫഖു എന്നിവയുടെ അർത്ഥങ്ങൾ ശ്രദ്ധിച്ചോളൂ. യത്ഫഖു എന്നതിന് അവൻ തുടങ്ങുന്നു, അവൻ തുടങ്ങും എന്നീ അർത്ഥങ്ങളുണ്ടല്ലോ. അപ്പോൾ അഖദ യത്ഫഖു, അൻശഅ യത്ഫഖു, ശറഅ യത്ഫഖു, തൗഫിഖ യത്ഫഖു എന്നിവക്ക് അവൻ തുടങ്ങാൻ തുടങ്ങി, അവൻ തുടങ്ങി എന്ന അർത്ഥങ്ങൾ പറയുന്നത്, എന്നീ അർത്ഥങ്ങൾ പറയുന്നത് ഒരു ഭംഗികേടല്ലേ? അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ. യത്ഫഖു എന്നതിന് അവൻ തുടർന്നു പോകുന്നു, അവൻ തുടർന്നു പോകും എന്നീ അർത്ഥങ്ങളുണ്ട്. അതനുസരിച്ച് അഖദ യത്ഫഖു, അൻശഅ യത്ഫഖു, ശറഅ യത്ഫഖു, തൗഫിഖ യത്ഫഖു എന്നിവക്ക് അവൻ തുടർന്നു പോകാൻ തുടങ്ങി, അവൻ തുടർന്നു പോയി തുടങ്ങി എന്നീ അർത്ഥങ്ങൾ പറയാം. അഖദ യത്ഫഖു ബിമുറാദിഹി, അൻശഅ യത്ഫഖു ബിമുറാദിഹി, ശറഅ യത്ഫഖു ബിമുറാദിഹി, തൗഫിഖ യത്ഫഖു ബിമുറാദിഹി. അവൻ നേടാൻ തുടങ്ങി, അവൻ നേടിത്തുടങ്ങി. അവൻ കൈവരിക്കാൻ തുടങ്ങി, അവൻ കൈവരിച്ചു തുടങ്ങി എന്നീ അർത്ഥങ്ങൾ പറയാം. ഇനി ഇല്ലാ അൻ യഫ്അല, ഇലാ അൻ യഫ്അല എന്നിവയുടെ അർത്ഥങ്ങൾ തമ്മിലുള്ള മാറ്റങ്ങൾ എന്തെല്ലാം? ഇല്ലാ അൻ യൻസുറ, ഇലാ അൻ യൻസുറ എന്നിവയുടെ അർത്ഥങ്ങൾ തമ്മിലുള്ള മാറ്റങ്ങൾ എന്തെല്ലാം? ഇല്ലാ അൻ യസ്മഅ, ഇലാ അൻ യസ്മഅ എന്നിവയുടെ അർത്ഥങ്ങൾ തമ്മിലുള്ള മാറ്റങ്ങൾ എന്തെല്ലാം? നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ കഴിയുമോ? കഴിയില്ലല്ലോ. എന്നാൽ ഇല്ലാ അൻ യഫ്അല, ഇലാ അൻ യഫ്അല എന്നിവയുടെ അർത്ഥങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും അതിനുശേഷം എഴുതി വെക്കുകയും പിന്നീട് ഒഴിവുണ്ടാകുമ്പോൾ അനേകം ഫിഅലുകൾ ഇതുപോലെ ഉപയോഗിച്ച് നോക്കുകയും വ്യത്യാസങ്ങൾ എന്തെല്ലാം എന്ന് ചിന്തിച്ച് മനസ്സിലാക്കുകയും ചെയ്യണം. കേട്ടോളൂ. ഇല്ലാ അൻ യഫ്അല, അവൻ പ്രവർത്തിച്ചാലല്ലാതെ, അവൻ ചെയ്താലല്ലാതെ,
എന്നാൽ നമ്മൾ കുറച്ച് മാറ്റം വരുത്തിയാൽ, നേരത്തെ നമ്മൾ പറഞ്ഞത് ഇല്ല എന്നാണല്ലോ, അങ്ങനെ പറയാതെ ഇല എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെ. ഇല അൻ യഫ്അല എന്ന് പറഞ്ഞാൽ അർത്ഥം മാറുന്നുണ്ട്. ഇല അൻ യഫ്അല, അവൻ പ്രവർത്തിക്കുവോളം, അവൻ ചെയ്യുവോളം, അവൻ പ്രവർത്തിക്കുന്നതുവരെ, അവൻ ചെയ്യുന്നതുവരെ. ഇനി നിങ്ങൾ ഇതുപോലെ കുറെ ഉദാഹരണങ്ങൾ ഉണ്ടാക്കി പറയണം. ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ഇല്ലാ അൻ യഫ്തഹ, ഇലാ അൻ യഫ്തഹ എന്നിവയുടെ അർത്ഥങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം? ഇല്ലാ അൻ യത്റുക, ഇലാ അൻ യത്റുക എന്നിവയുടെ അർത്ഥങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം? ഇല്ലാ അൻ യൻസുറ, ഇലാ അൻ യൻസുറ എന്നിവയുടെ അർത്ഥങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം? നിങ്ങൾ ഉത്തരം ഒരു നോട്ട് ബുക്കിൽ എഴുതുക. അൻ യഫ്അല എന്നതിൻ്റെ അർത്ഥങ്ങളും ഇൻ യഫ്അൽ എന്നതിൻ്റെ അർത്ഥങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം? മുവാരി ആയ ഫിഅലിന്റെ മുൻപ് അൻ എന്ന ഹർഫ് വന്നാൽ ഏതെല്ലാം അർത്ഥങ്ങൾ ഉണ്ടാകും? ചില അർത്ഥങ്ങൾ പറഞ്ഞു തരാം. ഇൻ എന്ന ഹർഫ് വന്നാൽ ഏതെല്ലാം അർത്ഥങ്ങൾ ഉണ്ടാകും? ചില അർത്ഥങ്ങൾ പറഞ്ഞു തരാം, ശ്രദ്ധിച്ചോളൂ. അൻ യഫ്അല, ഇൻ യഫ്അൽ എന്നിവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നന്നായി മനസ്സിലാക്കി വെക്കുക. അൻ യഫ്അല, അവൻ പ്രവർത്തിക്കുവാൻ, അവൻ പ്രവർത്തിക്കുന്നതിന്, അവൻ പ്രവർത്തിക്കണമെന്ന്. ഇൻ യഫ്അൽ, അവൻ പ്രവർത്തിക്കുമെങ്കിൽ, അവൻ പ്രവർത്തിക്കുകയാണെങ്കിൽ, അവൻ പ്രവർത്തിക്കുന്ന പക്ഷം. ഇനി നിങ്ങൾക്കൊരു ഹോംവർക്ക് തരാം. അൻ യൻസുറ, ഇൻ യൻസുർ എന്നിവയുടെ അർത്ഥങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോട്ട് ബുക്കിൽ എഴുതുക. അൻ യത്റുക, ഇൻ യത്റുക് എന്നിവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതുക. അൻ യസ്മഅ, ഇൻ യസ്മഅ എന്നിവയുടെ അർത്ഥങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറയുക. പറയാനും എഴുതാനും കഴിയുന്നുണ്ടോ? ഒന്ന് ശ്രമിച്ചു നോക്കൂ. മുളാരി ആയ ഫിഇലിന്റെ മുൻപ് അൻ എന്ന ഹർഫ്, അല്ലെങ്കിൽ ലൻ എന്ന ഹർഫ്, അല്ലെങ്കിൽ കൈ എന്ന ഹർഫ്, അല്ലെങ്കിൽ ഇദൻ എന്ന ഹർഫ് വന്നാൽ അർത്ഥങ്ങളിലെ വ്യത്യാസങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിക്കുക. അൻ യഫ്അല, അവൻ പ്രവർത്തിക്കൽ, അവൻ പ്രവർത്തിക്കുവാൻ, അവൻ പ്രവർത്തിക്കാൻ.
അവൻ ചെയ്യൽ, അവൻ ചെയ്യുവാൻ, അവൻ ചെയ്യാൻ. ലൻ യഫ്അല, അവൻ തീർച്ചയായും പ്രവർത്തിക്കുകയില്ല, അവൻ തീർച്ചയായും ചെയ്യുകയില്ല. ലൻ യഖ്തുല, അവൻ തീർച്ചയായും കൊല്ലുകയില്ല. കൈ യഫ്അല, അവൻ പ്രവർത്തിക്കുവാൻ വേണ്ടി, അവൻ പ്രവർത്തിക്കാൻ വേണ്ടി. ഹത്താ യഫ്അല എന്നതിനും അവൻ പ്രവർത്തിക്കുവാൻ വേണ്ടി, അവൻ പ്രവർത്തിക്കാൻ വേണ്ടി എന്നീ അർത്ഥങ്ങൾ പറയാം. ഹത്താ യഫ്അല എന്നതിന് വേറെ അർത്ഥങ്ങളും ഉണ്ട്. കൈ യഫ്തഹ, അവൻ തുറക്കുവാൻ വേണ്ടി, അവൻ തുറക്കാൻ വേണ്ടി. ഇദൻ യഫ്അല, അവൻ അന്നേരം പ്രവർത്തിക്കും. ഇദൻ യൻസുറ, അവൻ അന്നേരം സഹായിക്കും. ഇദൻ യംസഹ, അവൻ അന്നേരം തടവും. ഇദൻ യജ്ലിസ, അവൻ അന്നേരം ഇരിക്കും. ഇനി നിങ്ങളും കുറേ ഉദാഹരണങ്ങൾ ഉണ്ടാക്കി പറയണം. മുളാരി ആയ ഫിഇലിന്റെ മുൻപ് ഇൻ എന്ന ഹർഫ്, അല്ലെങ്കിൽ ലം എന്ന ഹർഫ്, അല്ലെങ്കിൽ ലമ്മ എന്ന ഹർഫ്, അല്ലെങ്കിൽ കസ്റാക്കപ്പെട്ട ലാം, അല്ലെങ്കിൽ ലാ എന്ന ഹർഫ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ എന്തായിരിക്കും അർത്ഥം? ഇവയുടെ അർത്ഥങ്ങളിൽ വ്യത്യാസമുണ്ടാവും. അത് മനസ്സിലാക്കി വെക്കണം. ശ്രദ്ധിക്കുക. ഇൻ യഫ്അൽ, അവൻ പ്രവർത്തിക്കുമെങ്കിൽ, അവൻ ചെയ്യുമെങ്കിൽ, അവൻ പ്രവർത്തിക്കുകയാണെങ്കിൽ, അവൻ ചെയ്യുകയാണെങ്കിൽ, അവൻ പ്രവർത്തിക്കുന്ന പക്ഷം, അവൻ ചെയ്യുന്ന പക്ഷം. ലം യഫ്അൽ, അവൻ പ്രവർത്തിച്ചിട്ടില്ല, അവൻ പ്രവർത്തിച്ചില്ല. അവൻ ചെയ്തിട്ടില്ല, അവൻ ചെയ്തില്ല. ലമ്മ യഫ്അൽ, അവൻ ഇനിയും പ്രവർത്തിച്ചിട്ടില്ല, അവൻ ഇനിയും ചെയ്തിട്ടില്ല. അവൻ ഇനിയും പ്രവർത്തിച്ചില്ല, അവൻ ഇനിയും ചെയ്തില്ല. ലിയഫ്അൽ, അവൻ പ്രവർത്തിക്കട്ടെ, അവൻ ചെയ്യട്ടെ. അവൻ പ്രവർത്തിക്കേണ്ടതാണ്, അവൻ ചെയ്യേണ്ടതാണ്. ലാ യഫ്അൽ, അവൻ പ്രവർത്തിക്കാതിരിക്കട്ടെ, അവൻ ചെയ്യാതിരിക്കട്ടെ. അവൻ പ്രവർത്തിക്കാതിരിക്കേണ്ടതാണ്, അവൻ ചെയ്യാതിരിക്കേണ്ടതാണ്. മുവാരി ആയ ഫിഇലിന്റെ മുൻപ് ഇൻ ലാ, ഇൻ ലാ എന്ന് വന്നാൽ, അല്ലെങ്കിൽ ഇല്ല എന്ന് ഉപയോഗിച്ചാൽ എന്തായിരിക്കും അർത്ഥം? ഉദാഹരണം, ഇൻ ലാ യഫ്അൽ, അല്ലെങ്കിൽ ഇല്ലാ യഫ്അൽ. അതിന്റെ ഉത്തരം പറയാം. ഇൻ ലാ യഫ്അൽ എന്നതിൻ്റെ അർത്ഥങ്ങൾ പറയുന്നതിന് മുൻപ് മുളാരി ആയ ഫിഇലിന്റെ മുൻപ് ഇദാ ലം എന്നാണ് വന്നതെങ്കിൽ എന്തായിരിക്കും അർത്ഥം?
ചോദ്യം ശ്രദ്ധിച്ചോ? മുളാരി ആയ ഫിഅലിന്റെ മുൻപ് ഇൻ ലാ എന്ന് വന്നാൽ എന്തായിരിക്കും അർത്ഥം? മുളാരി ആയ ഫിഅലിന്റെ മുൻപ് ഇദാ ലം എന്ന് വന്നാൽ എന്തായിരിക്കും അർത്ഥം? എഴുതി വെച്ചോളൂ. ഇൻ ലാ യഫ്അൽ, അവൻ പ്രവർത്തിച്ചില്ലെങ്കിൽ, അവൻ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ, അവൻ ചെയ്തില്ലെങ്കിൽ, അവൻ ചെയ്തിട്ടില്ലെങ്കിൽ. ഇദാ ലം യഫ്അൽ, അവൻ പ്രവർത്തിച്ചില്ലെങ്കിൽ. ഇൻ ലാ യഫ്അൽ, അവൻ പ്രവർത്തിച്ചില്ലെങ്കിൽ. അതേപോലെ ഇദാ ലം യഫ്അൽ, അവൻ പ്രവർത്തിച്ചില്ലെങ്കിൽ. ഇൻ ലാ യഫ്അൽ, അവൻ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ. ഇദാ ലം യഫ്അൽ, അവൻ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ. ഇൻ ലാ യഫ്അൽ, അവൻ ചെയ്തില്ലെങ്കിൽ. ഇദാ ലം യഫ്അൽ, അവൻ ചെയ്തില്ലെങ്കിൽ. ഇൻ ലാ യഫ്അൽ, അവൻ ചെയ്തിട്ടില്ലെങ്കിൽ. ഇദാ ലം യഫ്അൽ, അവൻ ചെയ്തിട്ടില്ലെങ്കിൽ. ഇവയുടെ അർത്ഥങ്ങൾ ഒരുപോലെ വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഇനി നിങ്ങൾ കുറെ ഉദാഹരണങ്ങൾ ഉണ്ടാക്കി പറയുക. ഹത്താ യഫ്അല എന്നതിന്റെ ചില അർത്ഥങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഹത്താ യഫ്അല എന്നതിന്റെ അർത്ഥങ്ങൾ ഏതെല്ലാം? ഹത്താ യഫ്അല, അവൻ പ്രവർത്തിക്കുന്നത് വരെ, അവൻ ചെയ്യുന്നത് വരെ, അവൻ പ്രവർത്തിക്കുമാറ്, അവൻ ചെയ്യുമാറ്, അവൻ പ്രവർത്തിച്ചാലല്ലാതെ, അവൻ ചെയ്താലല്ലാതെ, അവൻ പ്രവർത്തിക്കുവാൻ വേണ്ടി, അവൻ ചെയ്യുവാൻ വേണ്ടി, അവൻ പ്രവർത്തിക്കാൻ വേണ്ടി, അവൻ ചെയ്യാൻ വേണ്ടി. ഹസ്ബമാ യഫ്അലു, അവൻ പ്രവർത്തിക്കുന്നതിനനുസരിച്ച്, അവൻ പ്രവർത്തിക്കുന്നതിനനുസരിച്ച്, അവൻ ചെയ്യുന്നതിനനുസരിച്ച്. ഹൈസു യഫ്അലു, അവൻ പ്രവർത്തിക്കുന്നിടത്ത്, അവൻ ചെയ്യുന്നിടത്ത്. ഹീന യഫ്അലു, അവൻ പ്രവർത്തിക്കുമ്പോൾ, അവൻ ചെയ്യുമ്പോൾ. ലാ ബുദ്ദ അൻ യഫ്അല, അവൻ പ്രവർത്തിക്കാതെ നിവൃത്തിയില്ല, അവൻ ചെയ്യാതെ നിവൃത്തിയില്ല. അവൻ പ്രവർത്തിച്ചേ പറ്റൂ, അവൻ ചെയ്തേ പറ്റൂ. ലാ യസാലു യഫ്അലു, അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും, അവൻ ചെയ്തുകൊണ്ടിരിക്കും. അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കേണ്ടതാണ്, അവൻ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. ലഅല്ലഹു യഫ്അലു, ഒരു പക്ഷേ അവൻ പ്രവർത്തിക്കും, അവൻ പ്രവർത്തിച്ചേക്കും, അവൻ പ്രവർത്തിച്ചേക്കാം, അവൻ പ്രവർത്തിക്കാൻ വേണ്ടി. ലഅല്ലഹു യഫ്അലു, ഒരു പക്ഷേ അവൻ ചെയ്യും, അവൻ ചെയ്തേക്കും, അവൻ ചെയ്തേക്കാം, അവൻ ചെയ്യാൻ വേണ്ടി. ലഅല്ലഹ തഫ്അലു, ഒരു പക്ഷേ അവൾ പ്രവർത്തിക്കും, അവൾ പ്രവർത്തിച്ചേക്കാം, അവൾ പ്രവർത്തിച്ചേക്കും, അവൾ പ്രവർത്തിക്കാൻ വേണ്ടി. ലഅല്ലഹ തഫ്അലു, ഒരു പക്ഷേ അവൾ ചെയ്യും, അവൾ ചെയ്തേക്കും, അവൾ ചെയ്തേക്കാം, അവൾ ചെയ്യാൻ വേണ്ടി. കുറേ പ്രയോഗങ്ങളും അവയുടെ അനേകം അർത്ഥങ്ങളും കേട്ടപ്പോൾ ഇവയെല്ലാം ഓർമ്മയിൽ നിൽക്കുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഇവ ഓർമ്മയിൽ നിർത്താൻ അല്പം പ്രയാസമുണ്ട്. എന്നാൽ ഇവ ആസ്വദിച്ചാണ് പഠിക്കേണ്ടത്.
അങ്ങനെ മാസങ്ങളോളം ആസ്വദിച്ച് പഠിക്കുമ്പോൾ ഈ പ്രയോഗങ്ങൾ നിങ്ങൾക്ക് വഴങ്ങും. ലമ്മാ യഫ്അൽ, എന്നതിന്റെ അർത്ഥം നേരത്തെ പറഞ്ഞല്ലോ. അവൻ ഇനിയും പ്രവർത്തിച്ചിട്ടില്ല, അവൻ ഇനിയും ചെയ്തിട്ടില്ല. ലമ്മാ തഫ്അൽ, അവൾ ഇനിയും പ്രവർത്തിച്ചിട്ടില്ല, അവൾ ഇനിയും ചെയ്തിട്ടില്ല. മൻഫക്ക യഫ്അലു, മാ ബരിഹ യഫ്അലു, മാ സാല യഫ്അലു, മാ ഫതിഅ യഫ്അലു എന്നിവയുടെ അർത്ഥങ്ങൾ ഒരുപോലെയാണ്. അവൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു, അവൻ ചെയ്തുകൊണ്ടിരുന്നു, അവൻ അയവില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു, അവൻ അയവില്ലാതെ ചെയ്തുകൊണ്ടിരുന്നു, അവൻ ഇടവിടാതെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു, അവൻ ഇടവിടാതെ ചെയ്തുകൊണ്ടിരുന്നു. മാദാമ യഫ്അലു, അവൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്നിടത്തോളം കാലം, അവൻ ചെയ്തു കൊണ്ടിരുന്നിടത്തോളം കാലം, അവൻ പ്രവർത്തിക്കുന്നിടത്തോളം കാലം, അവൻ ചെയ്യുന്നിടത്തോളം കാലം. മാ കാന ലിയഫ്അല, അവൻ പ്രവർത്തിക്കത്തക്കതല്ല, അവൻ ചെയ്യത്തക്കതല്ല, അവൻ പ്രവർത്തിക്കുവാൻ പാടുള്ളതല്ല, അവൻ ചെയ്യുവാൻ പാടുള്ളതല്ല. മിൻ ഹൈസു യഫ്അലു, അവൻ പ്രവർത്തിക്കുന്നിടത്തുകൂടി, അവൻ ചെയ്യുന്നിടത്തുകൂടി, അവൻ പ്രവർത്തിക്കുന്ന നിലയിൽ, അവൻ ചെയ്യുന്ന നിലയിൽ. ഹൽ യഫ്അലു, അവൻ പ്രവർത്തിക്കുമോ, അവൻ ചെയ്യുമോ, അവൻ പ്രവർത്തിക്കുന്നുണ്ടോ, അവൻ ചെയ്യുന്നുണ്ടോ. യകാദു യഫ്അലു, മിക്കവാറും അവൻ പ്രവർത്തിക്കും, അവൻ മിക്കവാറും പ്രവർത്തിക്കും, അവൻ മിക്കവാറും ചെയ്യും. ഏതൊരു നിമിഷത്തിലും അവൻ പ്രവർത്തിച്ചേക്കാം, ഏതൊരു നിമിഷത്തിലും അവൻ ചെയ്തേക്കാം. യംബഗി അൻ യഫ്അല, അവൻ പ്രവർത്തിക്കേണ്ടതാണ്, അവൻ ചെയ്യേണ്ടതാണ്, അവൻ പ്രവർത്തിക്കണമെന്നതാണ് ആവശ്യം, അവൻ ചെയ്യണമെന്നതാണ് ആവശ്യം. യൗമ യഫ്അലു, അവൻ പ്രവർത്തിക്കുന്ന ദിവസം, അവൻ ചെയ്യുന്ന ദിവസം. റുബ്ബമാ യഫ്അലു, അവൻ പ്രവർത്തിച്ചേക്കും, അവൻ ചെയ്തേക്കും. ഒരു പക്ഷേ അവൻ പ്രവർത്തിക്കും, ഒരു പക്ഷേ അവൻ ചെയ്യും. അവൻ ഒരു കാലത്ത് പ്രവർത്തിക്കും, അവൻ ഒരു കാലത്ത് ചെയ്യും. സൗഫ യഫ്അലു, സയഫ്അലു എന്നിവയുടെ അർത്ഥങ്ങൾ. അവൻ പ്രവർത്തിക്കും, അവൻ ചെയ്യും, അവൻ പ്രവർത്തിച്ചു കൊള്ളും, അവൻ ചെയ്തു കൊള്ളും, അവൻ പ്രവർത്തിക്കാം, അവൻ ചെയ്യാം. അസാ അൻ യഫ്അല, അവൻ പ്രവർത്തിച്ചേക്കും, അവൻ ചെയ്തേക്കും, അവൻ പ്രവർത്തിച്ചേക്കാം, അവൻ ചെയ്തേക്കാം. ഇൻദമാ യഫ്അലു, അവൻ പ്രവർത്തിക്കുമ്പോൾ, അവൻ ചെയ്യുമ്പോൾ. ഖബ്ല അൻ യഫ്അല, അവൻ പ്രവർത്തിക്കുന്നതിന് മുൻപ്, അവൻ ചെയ്യുന്നതിന് മുൻപ്. ഖദ് യഫ്അലു, ഒരു പക്ഷേ അവൻ പ്രവർത്തിക്കും, അവൻ പ്രവർത്തിച്ചേക്കും, അവൻ പ്രവർത്തിച്ചേക്കാം. ഒരു പക്ഷേ അവൻ ചെയ്യും, അവൻ ചെയ്തേക്കും, അവൻ ചെയ്തേക്കാം. കാന യഫ്അലു, അവൻ പ്രവർത്തിക്കാറായി, അവൻ ചെയ്യാറായി. കാന യഫ്അലു, അവൻ പ്രവർത്തിക്കുകയായിരുന്നു, അവൻ ചെയ്യുകയായിരുന്നു. കുല്ലമാ യഫ്അലു, അവൻ പ്രവർത്തിക്കുമ്പോഴെല്ലാം, അവൻ ചെയ്യുമ്പോഴെല്ലാം. ലിയഫ്അല, ലിഅൻ യഫ്അല, അവൻ പ്രവർത്തിക്കുവാൻ, അവൻ ചെയ്യുവാൻ, അവൻ പ്രവർത്തിക്കുവാൻ വേണ്ടി, അവൻ ചെയ്യുവാൻ വേണ്ടി. ലിഅല്ലാ യഫ്അല, അവൻ പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടി, അവൻ ചെയ്യാതിരിക്കാൻ വേണ്ടി. ഹല്ല യഫ്അൽ, അവന് പ്രവർത്തിച്ചുകൂടെ, അവന് ചെയ്തുകൂടെ. ഇങ്ങനെ അനേകം പ്രയോഗങ്ങൾ പഠിക്കാനുണ്ട്.
അവസാനം ഞാൻ കുറച്ച് വേഗതയിൽ പറഞ്ഞിട്ടുണ്ട്. അനേകം പ്രയോഗങ്ങളുണ്ടല്ലോ, അത് പിന്നെ വേറെ പഠന ക്ലാസ്സിൽ പറയാം എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ഒഴിവ് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ സമയം കിട്ടിയപ്പോൾ കുറച്ച് പ്രയോഗങ്ങൾ പറഞ്ഞതാണ്. ഇനിയും അനേകം പ്രയോഗങ്ങൾ പഠിക്കാനുണ്ട്. ആ പ്രയോഗങ്ങൾ മറ്റു പഠന ക്ലാസ്സുകളിലായി പറയണമെന്ന് ആഗ്രഹമുണ്ട്. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കി തരാം. നിങ്ങൾ ഒരിക്കൽ കേട്ടതുകൊണ്ട് നിങ്ങൾക്ക് ഇവ എന്നും ഓർമ്മിക്കാൻ കഴിയില്ല. കേട്ടിട്ട് എഴുതി വെക്കണം, ഇടയ്ക്കിടെ ആവർത്തിക്കണം. ജീവിതത്തിൽ കൂടുതൽ ഉപകരിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ ഈ പ്രയോഗങ്ങൾക്കനുസരിച്ച് അനേകം ഫിഅലുകൾ നിങ്ങൾ കണ്ടെത്തുകയും ആ ഫിഅലുകൾ ഇതുപോലെ പ്രയോഗിച്ചു ശീലിക്കുകയും ചെയ്യണം. ഇതിൻ്റെ ബാക്കി പഠന ക്ലാസ്സുകൾ എടുക്കാൻ ആഗ്രഹമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ക്ലാസ്സുകളിൽ അനേകം ഉദാഹരണങ്ങൾ, ഓരോന്നിൻ്റെയും ഉദാഹരണങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഓരോന്നിനും അനേകം അർത്ഥങ്ങളുണ്ടാവും. അവയെല്ലാം വളരെ ശ്രദ്ധിച്ചു പഠിക്കേണ്ടവയാണ്. അവ പഠിപ്പിക്കാൻ എനിക്കും കൃത്യമായി പഠിക്കാൻ നിങ്ങൾക്കും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഏതായാലും നിങ്ങൾ ഈ പഠന ക്ലാസ് നന്നായി ഉപയോഗപ്പെടുത്തണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല നമുക്ക് ഇഹലോകത്തും പരലോകത്തും വിജയം നൽകട്ടെ. അല്ലാഹു തആല നമ്മയും ഉസ്താദുമാരെയും ശിഷ്യന്മാരെയും മാതാപിതാക്കളെയും ഭാര്യസന്താനങ്ങളെയും മറ്റു കുടുംബക്കാരെയും ബന്ധുക്കളെയും സഹപ്രവർത്തകരെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ഒരുമിച്ച് കൂട്ടിത്തരുകയും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.